എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കണ്ണൂരുള്ള വീടും അതിനോട് ചേർന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളും അതുപോലെ പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഒന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ പണി കഴിയുന്നത് 2004 കേട്ടോ. ഇപ്പോൾ ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് 20 വർഷമായി. ഈ കാണുന്നതൊക്കെ മമ്മിയുടെ ഗാർഡനാണ് കേട്ടോ. മമ്മി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയ ഗാർഡൻ ചെടിച്ചട്ടികളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ തൊഴുത്ത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പുകപ്പര, നമ്മുടെ ഷീറ്റൊക്കെ ഉണക്കാനുള്ള പുകപ്പരയാണിത്. പഴയ തൊഴുത്ത്. ഒരു 5 വർഷം മുമ്പ് വരെ ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നിർത്തി സംഭവത്തിനെയൊക്കെ വിറ്റ് ഒഴിവാക്കി. പുകപ്പര ഇപ്പോഴും സജീവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകോട്ടുള്ള സ്ഥലമാണ്. ഇതൊക്കെ വായിക്കാറായി. ഇപ്രാവശ്യം വായിക്കാൻ ഇച്ചിരി ലേറ്റായി. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടുള്ള സ്ഥലം റബ്ബറാണ്. നമ്മുടെ മെഷീൻപുര ഇത് കുറേ വർഷമായിട്ട്, ഒരു 10-20 വർഷമായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഷീറ്റ് അടിക്കുന്ന പരിപാടിയൊക്കെ. ഈ വഴി ഇങ്ങനെ മേലോട്ട് ചെല്ലുന്നത് നമ്മുടെ പഴയ വീടാണ്. അതായത് പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയിട്ട് ഇപ്പം 20 വർഷം കഴിഞ്ഞ വർഷം 20 വർഷമായി. അപ്പോൾ അന്നൊരു ചെറിയ വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടെ വേറൊരു വീട് തൊട്ടപ്പുറം പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊരു വഴിയാക്കിയതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീടും അതിനോട് ചേർന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ പഴയ വീടിൻ്റെ അവശിഷ്ടം. അതായത് 2002 വരെ 2004 വരെ ഉണ്ടായിരുന്ന വീടാണിത്. 2004 പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. ഇതൊക്കെ ഞാനൊക്കെ കിടന്നിരുന്ന റൂമായി ഈ കാണുന്ന പുല്ല് പിടിച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിണറാണിത്. ഈ ഭാഗത്ത് ഏറ്റവും ആഴം കൂടിയ കിണറുകളിൽ ഒന്നാണ് കേട്ടോ ഇത് ഇപ്പോൾ മൂടി സംരക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇതിലെ വെള്ളമൊക്കെ നല്ലതാണ്. ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിലേ നല്ല ആഴമുണ്ട് ഇതിന്. ഉണ്ടോ, നല്ല ആഴമാണ് കിണറിനെ. ഇതിൻ്റെ പ്രവേശത്തേക്കൊന്നും പോകുന്നില്ല, നിറച്ചും കാട് പിടിച്ച് കിടക്കുക. അതുപോലെ തന്നെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെല്ലാം ഇപ്പം കപ്ലാവ് വെച്ചിരിക്കുകയാണ്, കശുമാവ്. പണ്ടിവിടെയൊക്കെ റബ്ബറായിരുന്നു. അതിനുശേഷം പിന്നെ റബ്ബറൊക്കെ വെട്ടാൻ നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞ പോലെ ആളെ കിട്ടാതായതോടുകൂടി ഇവിടെ എല്ലാം കശുമാവ് വെച്ചു. ഈ കാണുന്ന തറ നമ്മുടെ പണ്ടത്തെ വിറക് വരെയായിരുന്നു. അതിൻ്റെ തറയൊക്കെ ഇവിടെയുണ്ട് ഇപ്പോഴും. നമ്മളെ വീടിൻ്റെ പുറകുവശത്തും അല്ലെങ്കിൽ ആ മലക്കൊക്കെ നമ്മൾ കാച്ചിൽ, ചേന, കപ്പ, ഇഞ്ചി, മഞ്ഞളെല്ലാം നടുവായിരുന്നു. പിന്നെ പന്നിയുടെ ശല്യവും മയിലിൻ്റെ ശല്യവും വന്നതോടുകൂടി പിന്നെ അതെല്ലാം നിർത്തി. അത്യാവശ്യം തിന്നേണ്ട കപ്പയും കാച്ചിലും ഇതെല്ലാം ഈ വീടിൻ്റെ ഈ മുൻവശത്താണ്. ഇത്രയും ഏരിയയിൽ മാത്രമേ ഇപ്പം നടാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്തൂടെ എല്ലാം ഇപ്പം പന്നി ഇപ്പോൾ റോട്ടിൽ കൂടെ വരെ ഓടാറായി. അതുപോലെ ആണ് പന്നിയുടെ ശല്യം. ഇപ്പം ഇതുണ്ടോ, നിങ്ങളീ കാണുന്നതാണ് റിംഗ് കമ്പോസ്റ്റ് ബിന്ന്. ഇതിപ്പം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 റിങ്ങിനകത്ത് ഒന്നിനകത്ത് നമ്മൾ നിറയുന്നതുവരെ നമ്മുടെ കിച്ചണകത്തുള്ള വേസ്റ്റ്, അതായത് ഓർഗാനിക് വേസ്റ്റ് ഇതിനകത്ത് ഇടുന്നു. അത് നിറഞ്ഞ ശേഷം 6 മാസം അത് അടച്ചു വെക്കണം. ആ 6 മാസം നമ്മൾ അടുത്ത ബിന്നിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടുക. അപ്പോൾ ഇത് നിറയാൻ ഏകദേശം 1 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഏകദേശം 1 വർഷത്തോളം എടുക്കും ഒരു റിങ് നിറയാൻ. അപ്പോൾ 6 മാസം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിനകത്തെ വേസ്റ്റെല്ലാം പൊടിഞ്ഞ് നല്ല വളമാകും. അതായത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി, അതായത് സ്വാഭാവികമായിട്ട് പുഴുക്കളുണ്ടാകുകയും അത് പിന്നീട് നല്ല പൊടിഞ്ഞ് നല്ല വളമാണ്, ഏറ്റവും നല്ല വളം. അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് നമ്മൾ വളം ഉണ്ടാക്കുകയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വേസ്റ്റ് വെറുതെ വലിച്ചെറിയുകയും വേണ്ട, നമുക്ക് വളം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിങ്. അപ്പോൾ ഇതിനകത്തുകൊണ്ട് നമ്മൾ കിച്ചൻ്റെ നമ്മുടെ പപ്പായയുടെ തോല് അങ്ങനെ എന്തെല്ലാം ഓർഗാനിക് വേസ്റ്റ് എല്ലാം ഇതിനകത്ത് നിറച്ചിട്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തുണ്ടോ നല്ല പ്യൂറായിട്ടുള്ള പൊടിഞ്ഞ, ഇപ്പോൾ ഒരു മണമൊന്നുമില്ല, ഇതെല്ലാം പൊടിഞ്ഞ് നല്ല വളമാണ്. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ വളമാണ് കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള പുറത്തുള്ള സ്റ്റോർ റൂം, പെയിൻ്റ് അടിച്ച ഒരു പെയിൻറ്റർ അടിച്ച് വെച്ച് അതിനകത്ത് കുറേ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്റ്റോർ. പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ കിണർ കുഴപ്പമില്ല, അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. നേരത്തെ മറ്റേ കിണറിൻ്റെ അത്ര ആഴമൊന്നും വരികയല്ലോ കേട്ടോ. ഇങ്ങനെ മൂടിയിട്ടില്ലെങ്കിൽ ഒരുപാട് പൊടി അതുപോലെ തന്നെ കരിയിലൊക്കെ വീഴും. അതുകൊണ്ടാണ് മൂടിയിട്ടിരിക്കുന്നത്. പിള്ളേരുടെ സേഫ്റ്റിക്കും വേണ്ടി ഇത് നമ്മൾ ഗ്രില്ലിട്ടു. 2002 മുതൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ളതാണ് കേട്ടോ ഇത്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഓടുന്നതാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരെയും. ബൈ ബൈ.